ഇതിൻ്റെ നാലുവഴിയൊന്നുമില്ല. പിന്നെ ഇത് ജ്യോതിഷൻ്റെ നിതാന്തമായ ശല്യത്തിൻ്റെ ഭാഗമായി ആരംഭിച്ച ഒരു സാധനമാണ്. വിടാതുള്ള ഒരു പിന്തുടർച്ചയായിരുന്നു ഇപ്പം ജ്യോതിഷൻ്റെ. ഞാനൊരു അബദ്ധത്തിന് ഞാൻ എറണാകുളത്ത് വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതാണ്. വേറൊരാളുടെ ഫ്ലാറ്റ് വെച്ച് അവിടെയാണ് ജ്യോതിഷൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു സാധനം എഴുതി തരണമെന്ന് പറഞ്ഞു. നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് തുടർച്ചയാണ്. ഞാൻ ഇതിൻ്റെ ഒരു ഇവിടം വരെ ഒന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മെച്ചമായിട്ടോ അല്ലെങ്കിൽ തോന്നുന്നൊരു സാധനം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയെ അവലംബിച്ച് നിൽക്കുന്ന റൈറ്റർ അല്ല, ഞാൻ സാഹിത്യത്തിൻ്റെ നിൽക്കുന്ന ഒരു റൈറ്ററാണ്. അപ്പം അവിടുന്ന് വരുമ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു സാധനം വെച്ചാൽ എങ്ങനെയാണ് ഒരു ത്രെഡ് ഇങ്ങനെ എല്ലാവർക്കും അപ്പീസിങ്ങായി മാറിയത് എന്ന് ചോദിക്കുന്ന ഒരു സാധനം തന്നെ. ഇപ്പം ജോലി കുഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു വൈബ്രൻസിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അത് നമുക്കറിയത്തില്ല. ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ആക്ടേഴ്സ് വന്ന് അവതരിക്കുന്നു ഈ ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത ഒരു സാധനം. പക്ഷെ ആക്ടേഴ്സ് അവരുപോലും അറിയാതെ പെർഫോമേഴ്സായിട്ട് മാറുന്ന ഒരു കഥാപ്രതലത്തിലേക്ക് ഈ കഥാതന്തു സ്വയം സഞ്ചരിക്കുന്ന ഒരു സംഗതി. അതിനകത്ത് ഈ റൈറ്റർക്കൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഈ ആക്ടേഴ്സിന് പിന്നെ പെർഫോമേഴ്സായി മാറുമ്പോഴത്തേക്ക് സംവിധായകൻ മുതൽ അതിൻ്റെ പാർശ്വത്തിന് ചുറ്റുവട്ടത്തിരിക്കുന്നവരെല്ലാം ആക്ടേഴ്സ്, സംഗീത ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ, ഇവരെല്ലാവരും അതിനറിയാത്ത രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഈ കോൺട്രിബ്യൂഷനാണ് ഈ എൻഡ് ഓഫ് ദി സാധനം ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സംഗതിയിലേക്ക് വന്ന് ഒരു പോയിന്റിലേക്ക് വന്ന് നിൽക്കുന്നത്. കെമിസ്ട്രി കറക്റ്റായിരുന്നു, അല്ലെങ്കിൽ കെമിസ്ട്രി എവിടെ പോയി നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്നത്. അത് നമുക്ക് ആർക്കും നിർവചിക്കാൻ പറ്റാത്തൊരു പോയിന്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിജയം എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അതീതമായ ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലുള്ളതല്ല.